സമരങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സമരം ചെയ്തോളൂ. കണ്ട് മനസ്സിലാക്കൂ, മറ്റുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് സമരം ചെയ്യുന്നതെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യും. എന്തിനാണെന്ന് സമരം ഉണ്ടെന്ന് സമരം ചെയ്യുന്നവർക്ക് പോലും അറിയില്ല എന്തിനാണ് സമരമെന്ന്. പിന്നെ നമ്മളടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് ഒരു പഴഞ്ചൊല്ലുണ്ട്, പഴഞ്ചൊല്ല് അസഭ്യമാണോന്ന് എനിക്കറിയില്ല. ഈ എള്ള ഉണങ്ങണത് എന്തിനാണെന്ന് അറിയാം, അതിന്റെ കൂടെ ആട്ടും കാട്ടും കിടന്ന് ഉണങ്ങണത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവര് സമരം ചെയ്യായിരിക്കും. അതിന്റെ കൂടെ ഈ ആട്ടോക്കാരും ഡെയിലി ജോലി ചെയ്യണവർ എന്തിനു കിടന്ന് ഈ ഉണങ്ങണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സേവാഭാരതി നേരത്തെ തന്നെ ഇങ്ങനെയാണ്. എന്ത് സമരഭൂമികളായാലും സാധാരണപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു യാത്രാ സൗകര്യം ഉണ്ടാക്കി തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. കാരണം ട്രെയിൻ വന്നിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണ്, RCC പോകേണ്ടതാണ്. അപ്പം അതിൻ്റെ അനുസരിച്ച് ഒരു ഇത്രയും നല്ലൊരു സഹായം സേവന സന്നദ്ധരായ കുറേ ആൾക്കാർ, അത്രയും അതിന് വളരെയധികം കടപ്പാടും നന്ദിയുണ്ട്. നമസ്കാരം. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്തായിട്ട് സേവാഭാരതി കൂടെ ഉണ്ട്. അപ്പോ ചേട്ടൻ തന്നെ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പറയും. ചേട്ടാ, സമരം കൂടെ ആയ ഒരു സാഹചര്യമാണല്ലോ, എന്താണ് ഈ ഒരു സമരത്തിനെ കുറിച്ചും സാഹചര്യത്തിനെ കുറിച്ചും പറയാനുള്ളത്? ഈ സേവാഭാരതി നേരത്തെ തന്നെ ഇങ്ങനെയാണ്. എന്ത് സമരഭൂമികളായാലും സാധാരണപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. സേവനമുഖത്ത് എപ്പോഴും നമ്മൾ കണ്ടാവും. ഇപ്പൊ ഇത് ഒരുപാട് ചാരിറ്റി സംഘടന നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ ഇങ്ങനൊരു സാഹചര്യത്തിൽ RCCയിൽ ചിത്രയിലൊക്കെ വരുന്ന മെഡിക്കൽ കോളേജ് വരുന്ന പാവപ്പെട്ട പേഷ്യന്റിനെ കൊണ്ടുവരാൻ ആരും കാണില്ല. ഈ സമയത്ത് നമ്മളിവിടെ രാവിലെ തൊട്ട് തുടങ്ങി, നമ്മൾ ആഹാരം പോലും കഴിയും രാവിലെ ഇറങ്ങിയാണ്. കാരണം ഈ കീമോ ഒക്കെ ചെയ്യാൻ വരുന്നവരുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ഈ ആംബുലൻസ് ഓടുന്നത് കൊണ്ട് അത്രയും ബുദ്ധിമുട്ടെന്നാണ് നമുക്കറിയാം. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളൊരു 5, 6, 7 വണ്ടി, സേവാഭാരതി വണ്ടി രാവിലെ തൊട്ട് ഇങ്ങനെ നമ്മളൊരു 4, 5 ട്രിപ്പിങ്ങനെ നടത്തിക്കൊള്ളു. നമ്മൾ രാവിലെ തന്നെ ഇത് തുടങ്ങിയതാണ്, ഇതുവരെ തീർന്നില്ല. ഇനിയും ഇവിടെ വരുന്ന പേഷ്യന്റിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ സേവാഭാരതി എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ ഞങ്ങളിപ്പോ 7 ട്രിപ്പ് ഞാൻ മാത്രം പോയി. അതുപോലെ തന്നെ ബാക്കിയുള്ള വണ്ടികൾ പോയിട്ടുണ്ട്, 7 ട്രിപ്പുകളും പോയിട്ടുണ്ട്. എന്താണ് യാത്രക്കാർക്ക് ഏറ്റവും വലിയ, കാരണം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. കാരണം പേഷ്യന്റ് ആണ്, അവർക്ക് വലിയ ദൂരെ യാത്ര ചെയ്ത് ട്രെയിനകത്ത് തമ്പാനും എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് വരും. പിന്നെ RCC ഇത്രയും കിലോമീറ്റർ അവിടെ പോകാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ആംബുലൻസ് സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ അവർക്ക് അതിനകത്തുള്ള എല്ലാ ഒരു പേഷ്യന്റ് ആയ എന്തെങ്കിലും ഓക്സിജനോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ചേട്ടാ, തൊഴിലാളി വിരുദ്ധം എന്ന് പറഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഇപ്പൊ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് അറിയാമോ? ശരിക്കും ഇവരെന്തിനാണ് സമരം നടത്തുന്നത്? ഈ കേരളത്തിൽ ഇതേപോലെ തൊഴിലാളി സമരം നടത്തിയിട്ട് ഒരു ദിവസം നടത്തി പിറ്റേ ദിവസം വീണ്ടും അതേപോലെ പഴയതുപോലെ ആക്റ്റീവ് ആവുമല്ലേ? ഈ സമരം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം അവർക്ക് ആർക്കെങ്കിലും ഉണ്ടാവുന്നുള്ളൂ? ഒന്നുമില്ല. എല്ലാ സമരം നടത്തും, കുറെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും, വീണ്ടും പിറ്റേന്നും അതേപോലെ തന്നെ ചെയ്യുവാണ്. നാളെ തന്നെ അവർ വീണ്ടും ആക്റ്റീവ് ആവുകയാണ്. ഈ പോകേണ്ട ആൾക്കാരെല്ലാവരും അതേപോലെ പഴയതുപോലെ എല്ലാ കാര്യങ്ങൾക്കും പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ സമരം. വേറെ ഏത് ഒരു സ്റ്റേറ്റിലും ഇല്ല. എല്ലായിടത്തും ആക്റ്റീവായിട്ട് ഒരു ദേഷ്യമില്ല. കേരളത്തിൽ മാത്രം കുറച്ച് ആൾക്കാർ പണിമുടക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു പണിമുടക്കിനെ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. കുറെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചു, സാധാരണക്കാരെ. ആ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇത്തരമൊരു സൗകര്യം ഉണ്ടാകുന്നതിൽ ആശ്വാസം ഉണ്ടെന്ന് അറിയാം. ഈ ഒരു സമരം എങ്ങനെയാണ് ബാധിക്കുന്നത്? സമരത്തെ ഇപ്പൊ എന്നാ പറയുന്നത്, ഞാനൊക്കെ ഒരു റിട്ടയർഡ് പേഴ്സണാണ്. എന്നെ സംബന്ധിച്ചുള്ള അത് പറയാനായിട്ട് ഞാൻ സമരത്തിനെതിരായിട്ടോ അനുകൂലമായിട്ടോ ഒന്നും പറയില്ല. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു യാത്രാ സൗകര്യം ഉണ്ടാക്കി തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. കാരണം ട്രെയിൻ വന്നിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണ്, RCC പോകേണ്ടതാണ്. അപ്പം അതിൻ്റെ അനുസരിച്ച് ഒരു ഇത്രയും നല്ലൊരു സഹായം സേവന സന്നദ്ധരായ കുറേ ആൾക്കാർ, അത്രയും അതിന് വളരെയധികം കടപ്പാടും നന്ദിയുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ ഇവിടെ വന്ന ഇതുപോലൊരു വാഹനം കിട്ടും? പത്രങ്ങളിലൊക്കെ കണ്ടിരുന്നു ഇങ്ങനെ സൗകര്യം ചെയ്യുന്നു. അതുകൊണ്ട് അതനുസരിച്ച് ഒരു പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. പിന്നെ നമ്മൾ പല തരത്തിൽ പോലീസിന്റെ സഹായമൊക്കെ തേടണമെന്ന് വിചാരിക്കുമ്പം അല്ലാതെ തന്നെ ഇങ്ങനെ കുറേയധികം നല്ല മനസ്സുള്ളവർ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും തയ്യാറായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളെ എത്തിക്കാനായിട്ടൊക്കെ വണ്ടികൾ ഇഷ്ടംപോലെ ഓടുന്നുണ്ട്. വലിയ ഉപകാരമാണ്, വലിയ അത് കടപ്പാടുണ്ട്. ഞാൻ തന്നെയാണ് ഒരാളവിടെ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം ഇപ്പം ഇല്ല. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾ തന്നെയാണ് നേരിടാവുന്നത്. നിവൃത്തിയില്ലെങ്കിൽ എന്താ വരുന്നിടത്ത് വെച്ച് കാണാം. വരുന്നതാണേ. അപ്പം പിന്നെ ഇത്രയും ദൂരം എന്നൊക്കെ വൈഫിനോടെ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം. സമരം ആയതുകൊണ്ട് അത് തന്നെ. കാരണം സാഹചര്യം ഒന്നും അറിയത്തില്ല. ട്രെയിനുണ്ട്, അത്രേ അറിയാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ദൂരം അങ്ങനെ പോകുന്നവർക്ക് ഇരിക്കുമ്പോൾ ഇത്രയും നല്ല സൗകര്യം ഇവിടെ കിട്ടി. അതിന് അതിന്റെ കോട്ടയം എന്ന് പറഞ്ഞാൽ അതിരാവിലെ പോകുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം വഞ്ചിനാട് എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അപ്പം അത് ഏർലി മോർണിംഗ് ആണ്. അപ്പം നമ്മൾ ആയി വരുന്നേ ഉള്ളായിരിക്കും. അതിനെപ്പറ്റിയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നേരത്തെ വേറെ പ്രൈവറ്റ് വെഹിക്കിളിൽ അവിടെ എത്തി. രാവിലെ പ്രശ്നമില്ലല്ലോ, നേരമ്പെടുത്തി കഴിഞ്ഞാൽ പ്രശ്നം. എന്തായാലും സന്തോഷമുണ്ട്, നന്ദിയുണ്ട് സംഘാടകരോടും ഇത്രയും നല്ല സേവനം ചെയ്യുന്നവരോടും. അത് ആര് തന്നെയാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല.
പക്ഷെ ഞാൻ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒത്തിരി കടപ്പാടും പ്രതീക്ഷിക്കാത്തൊരു സേവനമാണ്. ചേട്ടാ ഈ സമരമാണല്ലോ, അപ്പം ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സൗജന്യ യാത്ര എന്നുള്ള തീരുമാനത്തിന്റെ പിന്നിൽ എന്താണ്? ഞാനൊരു 15 വർഷം കൊണ്ട് സൗജന്യ യാത്ര കൊടുക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ RCC വരെയാണ്. രാവിലെ 11 മണി കഴിയുമ്പോൾ ഞാൻ അതിന്റെ ബോർഡ് മാറ്റും. ബോർഡ് മാറ്റിയിട്ട് RCC മെയിൻ ഗേറ്റ് ആകും. കാരണം റേഡിയേഷനും കീമോതെറാപ്പിയും ചെയ്ത് കഴിയുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തൊക്കെ SH സെന്റർ ഉണ്ട്, കാരുണ്യുണ്ട്, സാന്ത്വനുണ്ട്, ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്. അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. ഞാൻ 15 വർഷം കൊണ്ട് ചെയ്താൽ 11 മണി വരെ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാവും. 11 മണി കഴിയുമ്പോൾ RCCയിൽ നിന്ന് ആ മെയിൻ ഗേറ്റും തൊട്ടടുത്ത് ഈ ഓരോ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകും. അത് 15 വർഷമായിട്ടുള്ള റൊട്ടീനാണത്. അപ്പൊ ഇന്ന് സമരമായിരുന്നെന്ന് അറിയത്തില്ലായിരുന്നോ? അറിയാം. സമരം ആയതുകൊണ്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം സമരമുള്ള ദിവസമാണ്. സമരമുള്ള ദിവസം നമ്മളെ കൊണ്ട് പറ്റുന്ന സമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് സമരം എന്നതൊക്കെ അറിയാമോ? എന്തിനാണെന്ന് സമരം ഉണ്ടെന്ന് സമരം ചെയ്യുന്നവർക്ക് പോലും അറിയില്ല എന്തിനാണ് സമരമെന്ന്. പിന്നെ നമ്മളടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് ഒരു പഴഞ്ചൊല്ലുണ്ട്. പഴഞ്ചൊല്ല് അസഭ്യമാണോന്ന് എനിക്കറിയില്ല. ഈ എള്ള ഉണങ്ങണത് എന്തിനാണെന്ന് അറിയാം, അതിന്റെ കൂടെ ആട്ടും കാട്ടും കിടന്ന് ഉണങ്ങണം എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ സമരം ചെയ്യായിരിക്കും. അതിന്റെ കൂടെ ഈ ആട്ടോക്കാരും ഡെയിലി ജോലി ചെയ്യണവർ എന്തിനു കിടന്ന് ഈ ഉണങ്ങണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തിരക്ക് രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് പിന്നെ സേവാഭാരതിയുടെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിലൊരു സന്തോഷമുണ്ട്. മറ്റുള്ളവരും കൂടെ ഇത് ഇങ്ങനെ വരുന്നതിൽ ചില സമയത്തൊക്കെ ഭയങ്കര വിഷമം. എൻ്റെ വണ്ടിയിൽ കൊള്ളുന്നതിനൊക്കെ ഇന്നോവയിലൊക്കെ ഞാൻ പിന്നെ 15 വരെയൊക്കെ തള്ളി കയറ്റിയിട്ടുണ്ട്. കാരണം വേറെ നിവൃത്തിയില്ല, കൊണ്ടുപോയേ പറ്റുള്ളൂ. അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആൾക്കാർ ശപിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ സമരം ചെയ്യുന്നവർ ശപിച്ചുകൊണ്ട് പോകുന്നത്. അതായത് സമരം ചെയ്തോട്ടെ, ചെയ്യണ്ടെന്ന് പറയുന്നതല്ല. അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. പണി മുടക്കാനുള്ള അവകാശമുള്ള അവർക്കുണ്ട്, സമ്മതിച്ചു. പണി എടുക്കാനുള്ള അവകാശം മറ്റുള്ളവർക്കും ഉണ്ട്. സമരങ്ങൾ വെച്ചാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സമരം ചെയ്തോളൂ. കണ്ട് മനസ്സിലാക്കൂ മറ്റുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് സമരം ചെയ്യുന്നതെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യും. മറ്റുള്ള രാജ്യങ്ങളിൽ അവരെ ജോലി തടസ്സപ്പെടുത്തില്ല, അവിടെ ഒന്ന് സമരം ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു, അവരെ പ്രതിഷേധം അറിയിക്കുന്നു, അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. പണി മുടക്കിക്കൊണ്ടല്ലേ. ഒരു ദിവസം പണി മുടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം എത്ര പുറകിലോട്ട് പോയി. ഇത് പറയുന്നത് ഭാരത് എന്താ ദേശീയ പണിമുടക്കുന്ന. ദേശീയം എന്ന് പറഞ്ഞാൽ കേരളം മാത്രമാണ്. ഇത്രയും വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർ കേരളത്തിന് മാത്രമല്ലേ ഉള്ളൂ, വിവരമില്ലാത്തവര്. ഇതിപ്പോ അടിച്ചേൽപ്പിക്കുന്നതാണ്. ഇത് മനഃപൂർവ്വം. ഇത് ആരും ഇഷ്ടപ്പെട്ട് ഒരു സമരം ചെയ്യുന്നതല്ല, പേടിച്ചിട്ടാണ്. ഞാനിപ്പോ RCCയിൽ ഒരു ട്രിപ്പ് പോയപ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജിനകത്ത് ഓട്ടോയിൽ വന്ന് കൊടിയും കെട്ടിയിട്ട് വന്നിട്ട് അവിടെ ഓടുന്ന ഓട്ടോക്കാരുടെ വിലക്കുകയും വണ്ടി ഇതിനകത്ത് ഓടുന്നത് RCCക്കകത്ത്. അന്ന് ആലോചിച്ച് നോക്കി. അവന്റെ അച്ഛനും അമ്മയ്ക്കോ ഇതുപോലെ റേഡിയേഷനോ കീമോതെറാപ്പിയായിട്ട് കൊണ്ടുപോകുമ്പോൾ മനസ്സിലാകും അതിന്റെ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ളവനൊക്കെ അനുഭവിച്ചു തന്നെ തീരുള്ളൂ. അതിനൊരു സംശയം വേണ്ട. ചേട്ടാ ഇന്ന് എത്ര ട്രിപ്പ് പോയായിരുന്നു? ഞാന് 4 ട്രിപ്പാണ്. എന്തെങ്കിലും ഇന്നോവ ഉണ്ടോ? അത് രാവിലെ 5:30 മുതൽ ഇവിടെ ട്രിപ്പാണ്. ഞാൻ അത് നോക്കിയിട്ടില്ല. എനിക്കിതിൽ 250 കിലോമീറ്റർ ഈ വണ്ടി ഓടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലേറ്റായാണ് വന്നത്. ഇന്നോവ ഇന്നലെ ഫുൾ ടാങ്ക് അടിച്ചു ഓടുന്നുണ്ട്. അത് കുറെ ട്രിപ്പായി. അത് വൈകിട്ട് വരെ ഉണ്ടാവും. ഓട്ടോറിക്ഷയൊക്കെ ഒന്ന് ഓടി തുടങ്ങുന്നത് വരെ ഉണ്ടാവും. സാധാരണഗതിയിലുള്ള ഒരു പ്രതികരണമാണോ യാത്രക്കാരെന്ന് പറഞ്ഞത്? അല്ല, യാത്രക്കാർ ശപിച്ചിട്ട് ഒരാള് പോലും ഒരു അനുഭാവം ഒരു പാർട്ടിയെടുത്തും, ഒരു പാർട്ടി ഞാൻ പേര് പറയുന്നില്ല, പാർട്ടികളടുത്ത് അനുഭാവം ഉള്ളവർ പോലും ശപിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതായത് ആശുപത്രിയിലും ഇങ്ങനെയൊക്കെ വരുന്നവര് ശപിച്ചിട്ടാണ് ഇറങ്ങുന്നത്. നമസ്കാരം. കേന്ദ്ര സർക്കാരിനെതിരെ സമരം എന്നുള്ള രീതിയിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് വലിയൊരു പണിമുടക്ക് തന്നെയാണുള്ളത്. ഈ ഒരു സമയത്ത് യാത്രക്കാർക്ക്, സാധാരണക്കാർക്കൊക്കെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ എങ്ങനെ യാത്ര പോകും എന്നുള്ള ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് രോഗികളെ സംബന്ധിച്ചാണ് ഒരു ആശങ്ക കൂടുതലായിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് തമ്പാനൂര് നമ്മളൊരു ചേട്ടനെ കാണാനിടയായത്. അതായത് അദ്ദേഹം ഈ ഒരു സമരത്തിനിടയിലും സൗജന്യ യാത്ര നൽകുകയാണ്. എന്താണെന്ന് ചോദിച്ചപ്പോഴുള്ള കൂടുതൽ വിവരങ്ങളാണ് അദ്ദേഹം തന്നെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ചേട്ടന്റെ പേര് കൂടെ ഒന്ന് പറയാമോ? എന്റെ പേര് ഡോക്ടർ പ്രേംകുമാർ. ഞാനിവിടെ തൈക്കാട് വൈറ്റ്നസ് എന്ന് പറയുന്ന സ്ഥാപനം നടക്കുകയാണ്. ഞാൻ ബയോഫ്യൂവലിൽ PhD ആണ്.